ഹിന്ദി മേരാ ദോസ്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സ്ക്രീനിലേക്ക് വളരെ ശ്രദ്ധയോടെ നോക്കുക. ഇവിടെ ചോദ്യം ഇങ്ങനെയാണ്: റപ്പട്ട് ലിഖേ എന്ന് വെച്ചാൽ റിപ്പോർട്ട് എഴുതുക. ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈദൽ ചൽക്കർ ദാണ്ഡി പഹുച്ചെ. ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്ന് നടന്ന് ദാണ്ഡിയിലെത്തി. ഖുദ് നമക് ബനാക്കർ അംഗ്രേജോ കാ കാനൂൻ തോട. സ്വയമായി ഉപ്പുണ്ടാക്കിക്കൊണ്ട് ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിയമത്തെ ലംഘിച്ചു. കാനൂൻ എന്ന് വെച്ചാൽ നിയമം, തോട മീൻസ് ലംഘിച്ചു. ഇസ് ഘടന പർ, ഈ സംഭവത്തെ കുറിച്ച് സമാചാർ പത്രികയിലെ പത്രവാർത്തയ്ക്ക് വേണ്ടി ഏക് റപ്പട്ട് തയ്യാർ കരെ, ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റപ്പട്ട് എഴുതുക എന്നുള്ളതാണ് ചോദ്യം. വീണ്ടും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ സ്ക്രീനിലേക്ക് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ ഘടന എന്ന് എഴുതിയിരിക്കുന്നത്? ഘടന എന്ന് വെച്ചാൽ സംഭവം. പിന്നെ കുറച്ച് പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു. ക്യാ, കബ്, കഹാ, ക്യോ, കൈസെ എന്ന് വെച്ചാൽ സംഭവം എന്താണ്, സംഭവം എവിടെയാണ്, സംഭവം എപ്പോഴാണ്, സംഭവം എന്തുകൊണ്ടാണ്, സംഭവം എങ്ങനെയാണ്. വീണ്ടും പറയാം: സംഭവം എന്താണ്, സംഭവം എപ്പോഴാണ്, സംഭവം എവിടെയാണ്, സംഭവം എന്തുകൊണ്ടാണ് ഉണ്ടായത്, സംഭവം എങ്ങനെയാണ് ഉണ്ടായത്. ഇത്രയും കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ നിർബന്ധമായും ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ അല്ലെങ്കിൽ പത്രവാർത്തയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റിപ്പോർട്ടിനകത്ത് എഴുതിയാൽ മാത്രമേ നിങ്ങളുടെ ആ റിപ്പോർട്ട് ശരിക്കും ഒരു റിപ്പോർട്ടാകത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ച് സ്ക്രീനിലേക്ക് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കണ്ടില്ലേ ഒരു ഹെഡിങ്: ഗാന്ധിജിനെ അംഗ്രേജോ കെ നമക് കാനൂൻ കോ തോട. ഗാന്ധിജി ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഉപ്പ് എന്ന നിയമത്തെ ലംഘിച്ചു എന്നാണ് ഹെഡിങ്, വാർത്തയുടെ ഹെഡിങ് അല്ലെങ്കിൽ റിപ്പോർട്ടിന്റെ ഹെഡിങ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ദാണ്ഡി, ദാണ്ഡി എന്ന് വെച്ച സ്ഥലം. അപ്പോൾ എവിടെയാണെന്നുള്ളതാണ് അവിടെ ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്നത്. 6 അപ്രിൽ 1930, 6 ഏപ്രിലിൽ 1930 ആ ഡേറ്റിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ കബ് എന്ന് ചോദിച്ചില്ലേ മുമ്പേ, കബ് എപ്പോൾ, അപ്പോൾ എപ്പോഴാണ്? 6 അപ്രിൽ 1930 അല്ലേ? 6 അപ്രിൽ 1930. महात्मा गांधी जी അഹമ്മദാബാദ് से पैदल चलकर दांडी पहुंचे. മഹാത്മാ ഗാന്ധിജി എന്താണ് അഹമ്മദാബാദിൽ നിന്ന് നടന്ന് എവിടെ എത്തി? ദാണ്ഡിയിലെത്തി. और अंग्रेजों के नमक कानून को तोड़ा. ഇംഗ്ലീഷുകാരുടെ ബ്രിട്ടീഷുകാരുടെ ഉപ്പ് എന്ന നിയമത്തെ ലംഘിച്ചു. ഉൻകെ സാത്ത് കൈ ലോഗ് ഭീ ഥേ. അദ്ദേഹത്തിന്റെ കൂടെ വളരെയേറെ അധികം ആളുകൾ ഉണ്ടായിരുന്നു. अंग्रेजों ने भारत में नमक पर टैक्स लगा रखा था. ഇംഗ്ലീഷുകാര് ഭാരതത്തിൽ ഉപ്പിനു വേണ്ടി വളരെ ടാക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ചുങ്കം എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ചിരുന്നു. इससे नमक बहुत महंगा हो गया ആയതിനാൽ ഉപ്പിന് വളരെയേറെ വില വർദ്ധിച്ചു. अंग्रेजों ने भारत के लोगों को खुद नमक बनाने से रोक रखा था. ഈ ബ്രിട്ടീഷുകാര് ഭാരതത്തിലുള്ളവരെ ഉപ്പുണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? വിലക്കിയിരുന്നു. റോക്ക് രഖാത്ത, വിലക്കിയിരുന്നു. അഗർ കോയി അപ്നെ ഹി സമുദ്ര കെ പാനി സെ നമക് ബനാത്ത. ആരെങ്കിലും അവരുടെ സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കുകയാണെങ്കിൽ, അഗർ കോയി അപ്നെ ഹി സമുദ്ര കെ പാനി സെ നമക് ബനാത്ത, ആരെങ്കിലും സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കുകയായിരുന്നെങ്കിൽ, ഉസേ സജാ ഹോ സക്തി ഥി, അവർക്ക് ശിക്ഷ ലഭിക്കുമായിരുന്നു. ഇസ്ലിയെ ഗാന്ധിജി വഹാൻ ജാക്കർ, ആയതുകൊണ്ടാണ് ഗാന്ധിജി അവിടെ പോയത്. അപ്പോൾ നമ്മൾ ചോദിച്ചില്ലേ എന്തുകൊണ്ട്, എന്തുകൊണ്ട്, ക്യോ, സംഭവം എന്തുകൊണ്ട്, എന്താണ് സംഭവം, കാരണം എന്താണ്? अंग्रेजों ने भारत के लोगों को खुद नमक बनाने से रोक रखा था. अगर कोई
अपने ही समुद्र के पानी से नमक बनाता तो उसे सजा हो सकती थी അതായിരുന്നു കാരണം. इसलिए गांधी जी वहां जाकर समुद्र के पानी से खुद नमक बनाकर ആയതുകൊണ്ട് ഗാന്ധിജി അവിടെ പോയി സമുദ്രത്തിലെ വെള്ളം കൊണ്ട് അദ്ദേഹം സ്വയമായി ഉപ്പുണ്ടാക്കി. അംഗ്രേജോं का काला कानून को तोड़ दिया. ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കറുത്ത നിയമത്തെ ലംഘിച്ചു. ഇതാണ് നിങ്ങൾക്ക് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന ഒരു പത്രവാർത്തയുടെ റിപ്പോർട്ട്. അപ്പോൾ ഇത് 100% പരീക്ഷയ്ക്ക് വരും. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ നന്നായി പഠിക്കുക. ഇനിയും ഈ വാർത്ത വന്നില്ല, വേറൊരു വാർത്ത തന്നിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് എഴുതാനാ ചോദിക്കുന്നെങ്കിൽ സംഭവം നിങ്ങൾ പാരഗ്രാഫ് വായിച്ച് സംഭവം എന്താണെന്ന് മനസ്സിലാക്കുക. ഘടന എന്താണെന്ന് മനസ്സിലാക്കുക. എന്ത് ഘടന എന്ന് മനസ്സിലാക്കിയിട്ട് എവിടെയാണ് സംഭവിച്ചത്, എപ്പോഴാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ഈ 5 കാര്യങ്ങൾ സംഭവത്തെക്കുറിച്ച് നിർബന്ധമായും എഴുതിയിരിക്കണം. നിങ്ങൾ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ 5 കാര്യങ്ങൾ എന്താണെന്ന് ആ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കി ഒരു 2-3 മിനിറ്റ് നല്ലതായി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ റിപ്പോർട്ട് എഴുതുവാൻ. ഇത് നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് ഇത് കണ്ട് ഈ വീഡിയോ മനസ്സിലാക്കി പഠിക്കുക. ഇത് 100% പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെല്ലൈക്കൺ അമർത്തുക.